ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു കേട്ടോ. ഇപ്പം ഞാനൊരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള വിദ്വേഷങ്ങളാണ്. മതവിദ്വേഷം, രാഷ്ട്രീയ വിദ്വേഷം. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഭൂഷണമല്ല. അതൊന്ന് പറയണം ആദ്യമായിട്ട്. നമുക്കറിയാം നമ്മൾ മതേതരത്വത്തിന് ഏറ്റവും ഊന്നൽ നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം ഇത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം തോളോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് കേട്ടോ. ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു വ്യത്യാസങ്ങളോ ഇല്ല. പക്ഷെ മറിച്ച് നമുക്കറിയാം LDF അധികാരത്തിൽ നിന്ന് മാറി 10 വർഷം LDF ഭരിച്ചു. LDF അധികാരത്തിൽ നിന്ന് മാറി UDF അധികാരത്തിലേക്ക് വരാൻ പോവുക. ഇന്നലെ അതിൻ്റെ നേതാവിനെ തിരഞ്ഞെടുത്തു. VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നു. VD സതീശനും മന്ത്രിമാരും ഉൾപ്പെടുന്നവർ തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാൻ പോവുക. അപ്പോൾ ഇതിനിടയിലാണ് നമുക്കറിയാം വ്യാപകമായിട്ട് വിദ്വേഷ പ്രചാരണം. കാരണം ഏതൊക്കെ രീതിയിലുള്ള സൈബർ ആക്രമണം എന്നറിയാം. ചിലർക്ക് വേണ്ടി നേരിട്ട് ചില പ്രസ്ഥാനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ മത സാമുദായിക സംഘടനകൾക്കെതിരെ അപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരിക്കലും അങ്ങനെ പാടില്ല കേട്ടോ. നമ്മുടെ സഹിഷ്ണുത അതിൽ ചേർന്നതല്ല. നമ്മൾ രാഷ്ട്രീയമാണെങ്കിലാണ് രാഷ്ട്രീയം മാറി മാറി തിരിഞ്ഞും മറിഞ്ഞും വരും. ജനാധിപത്യം ഒരാൾ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു LDF മത്സരിച്ചു, UDF മത്സരിച്ചു, UDF ജയിച്ചു. അപ്പം ആ ജയിച്ചവരെ നമ്മൾ അംഗീകരിക്കുക, അവർക്ക് അവസരം കൊടുത്തുക, അവരുടെ ഭരണം ജനത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുക. അപ്പം അവർ എന്തെങ്കിലും പോരായ്മയുണ്ട് അത് വിമർശിക്കാം. അത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനമാകണം. ആ രാഷ്ട്രീയമായിട്ട് വിമർശനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുന്നണിക്ക് കേരളത്തിൽ ഭരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ജനപക്ഷമാകത്തുമില്ല. നമ്മൾ വിമർശിക്കുക, അവരുടെ പോരായ്മയുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ വിമർശിക്കുക. തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ അതും എടുത്ത് കാണിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട മര്യാദ. അല്ലാതെ വിദ്വേഷ പ്രചാരണം ഒരു കാരണവശാലും നമുക്ക് യോജിച്ചതല്ല. ഇത്തരം പ്രചാരണം നടത്തുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ് തയ്യാറാകണം. കാരണം നമ്മുടെ നിലപാട് തന്നെയാണ് അത്. നമ്മുടെ വിജയവും അതായിരുന്നു. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നിലപാടിൻ്റെ രാജകുമാരനാണ് VD സതീശൻ സാറ്. അപ്പം ഇത്തരം ആര് ചെയ്താലും അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുക്കണം. അത്തരക്കാരെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.